ഇത് ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ലൈഫിയോ LPO4 എന്ന് പറയുന്നതിന് ആ ബാറ്ററിയാണ്. ഇത് എത്ര ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് ചോദിച്ചാലേ, ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്, അതുപോലെ കാണിക്കാൻ പോകുന്നത്, ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു 1 kV സിസ്റ്റത്തെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിരുന്നു. അത്തരത്തിൽ അതിനോട് ബന്ധപ്പെട്ട് ഞാനൊരു സൈറ്റിൽ ഇപ്പോൾ ഒരു സമയം കിട്ടിയപ്പോൾ ഏതായാലും നമ്മുടെ കൂട്ടുകാരൻ തന്നെ പറയാം, അവനേതായാലും ക്യാമറ എടുക്കാനൊക്കെ നല്ല പക്കയാണ്. അപ്പോൾ നമ്മളേതായാലും ആ ഒരു ഒഴുക്കിലൂടെ തന്നെ മുന്നോട്ട് പോവാണ്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നതേ ഒരു 1 kV സിസ്റ്റം, അതിൽ നമ്മൾ 455 വാട്ടിൻ്റെ മോണോ പെർക്ക് പ്ലസ് ഹാഫ് കട്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതേ നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത്. എവിടെയാണ് തൃശ്ശൂർ? ഇരിഞ്ഞാലക്കുട കുറച്ച് സമയമൊക്കെ കിട്ടിയപ്പോൾ എടുക്കുകയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു 1 kV സിസ്റ്റം. 1 kV സിസ്റ്റത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ നമ്മുടെ ഒരുപാട് ചോദിച്ചാണ് ലിഥിയം അയൺ അല്ലെങ്കിൽ ലിഥിയം ഫോസ്ഫേറ്റ് ഇതുപോലത്തെ ഒരുപാട് നമുക്ക് മോഡലുകൾ വരുന്നുണ്ട്. ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങൾ കാണിക്കുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതുവരെ കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അതിൽ എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന ബാറ്ററി തന്നെ നമുക്ക് പറയാം. ഇത് ട്യൂബ്ലർ ബാറ്ററി അല്ല, ഒന്നും കൂടെ വരും. ട്യൂബ്ലർ ബാറ്ററി അല്ല, ഇത് ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ലൈഫിയോ LPO4 എന്ന് പറയുന്നതിന് ആ ബാറ്ററിയാണ്. ഇത് എത്ര ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് ചോദിച്ചാലേ 150 AH അവർ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ട്യൂബ്ലർ ബാറ്ററി ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ സീട്ടൺ ബാറ്ററി, ആ സീട്ടൺ ബാറ്ററി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊരു 150 ആണെങ്കിൽ ഒരു 250 AHൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടാവും. പിന്നെ നമുക്ക് എന്താ ചോദിച്ചാൽ, നമ്മൾ മറ്റുള്ള ബാറ്ററികളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൽ നമുക്കൊരു 80% നമുക്ക് ഡിസ്ചാർജിങ് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഏകദേശം നമുക്ക് 90-95% മുകളിലേക്ക് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. പിന്നെ നമുക്ക് ഹെവി ലോഡിന് നമുക്ക് സഡൻലി നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. പിന്നെ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ ഗൾഫുകാരൊക്കെ ഉണ്ടാവും, വീട് അടച്ചു പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾക്ക് കൂടുതൽ ഗുണം ഇത് തന്നെയാണ്. കാരണം നമ്മൾ ഈ ഒരു ട്യൂബ്ലർ ബാറ്ററി എന്താ വെച്ചാൽ കുഴപ്പമില്ല, നല്ല ബാറ്ററികളാണ്. പക്ഷേ എന്താ വെച്ചാൽ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കണം. ആ സൈക്ലിങ്ങും നടന്നിട്ടില്ലെങ്കിൽ ബാറ്ററിയുടെ ലൈഫ് പോകും. ഇതാണ് നമ്മളിപ്പോൾ ഇനി ഒരു 6 മാസം 1 കൊല്ലം അവിടെ വെച്ചാലും പ്രോബ്ലങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിന് വില വരുന്നുണ്ട്. ഇതിന് ഏകദേശം ഒരു 38 രൂപ 32 രൂപയുടെ ഉള്ളിൽ വരുന്നുണ്ട് ഏകദേശം. അത് പല ഭാഗത്തും നമ്മൾ സെയിലിങ്ങിനനുസരിച്ചിരിക്കും. പക്ഷേ ഏതായാലും നമ്മളിത് സെയിലിംഗ് ഒന്നും കൂടുതലായിട്ട് തുടങ്ങിയിട്ടില്ല. നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളൊന്ന് ഡെമോ ചെയ്താൽ, മീൻസ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പറയാം, നമുക്ക് ഓർഡർ നമ്മുടെ ഇരിഞ്ഞാലക്കുട അല്ലേ, ഇരിഞ്ഞാലക്കുട നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനോടൊപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഒന്നുകൂടെ വരും 150 AHൻ്റെ കേട്ടോ വരുന്നത്. ഇത് 100 AH വരുന്നുണ്ട്, 125 വരുന്നുണ്ട്. അപ്പം നിങ്ങൾ 250 AHനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ കാൽക്കുലേറ്റ്. ഇതിൻ്റെ നോക്കി നോക്കൂ, ഇത് ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടാണ് റീസെറ്റ് ബട്ടണ്. ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ അതുപോലെ നെഗറ്റീവ് ടെർമിനൽ. ഇതിൽ നമ്മൾ MPPT ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കമ്പനി ഇപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, കുറേ പാനലായിട്ട് കയറ്റി വെച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ MPPT എടുക്കുമ്പോൾ MPPTയിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. നമുക്കതിൽ 1 സ്റ്റേജ് ബൂസ്റ്റിങ്, അതുപോലെ 2 സ്റ്റേജ് ബൂസ്റ്റിങ്, അതുപോലെ 3 സ്റ്റേജ് ആംബിയർ ബൂസ്റ്റിങ്ങിൽ MPPT നമ്മൾ എടുക്കുക. അതിന് ചിലപ്പോൾ മറ്റുള്ള MPPTകളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രൈസിൻ്റെ ഒക്കെ മാറ്റം ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഈ വെച്ച കമ്പനി, നമ്മുടെ ഫാക്ടറി നിർമ്മിക്കുന്ന ഇൻവെർട്ടർ കമ്പനിയും വലുതൊന്നും പറയുന്നില്ല. നമ്മുടെ മാർക്കറ്റിൽ ഒട്ടനവധി നമ്മൾ തൊട്ടടുത്ത് അസംബിൾ ചെയ്യുന്ന ഒരുപാട് ടീമുകളുണ്ട്. അവിടെ നിന്നൊക്കെ നിങ്ങൾ ഈ നമ്മുടെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫുൾ കോപ്പറിലെ ഇൻവെർട്ടർ ഞാൻ ഒരുപാട് പറഞ്ഞാണ് വീഡിയോയിൽ, എങ്കിലും ഞാൻ ഒരിക്കലൊന്ന് പറഞ്ഞു പോവുകയാണ്. എടുക്കുക, അതുപോലെ 3 സ്റ്റേജ് ആംബിയർ ബൂസ്റ്റിങ്ങിൽ MPPT എടുക്കുക. ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ, ഇത് ഒരു 455 വാട്ടിൻ്റെ മോണോ പെർക്ക് പ്ലസ് ഹാഫ് കട്ട് JSOളാണ്. വേൾഡ് പാനലാണ്. വേൾഡ് പാനൽ എന്ന് പറയുമ്പോൾ ഞാൻ ഈ വെച്ച പാനലൊന്നുമല്ല. ഇപ്പോൾ വേൾഡിൽ ഏറ്റവും നല്ലത് ഞാൻ കൊടുക്കുന്ന പാനലല്ല. അങ്ങനെ ഒരുപാട് ടോപ്പ് 10 ബ്രാൻഡുകളുണ്ട് വേൾഡിൽ. അത് ഏതും നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഗ്രേഡുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ ബെസ്റ്റ് പാനലുകൾ അത് നമുക്ക് മോണോ പെർക്ക് പ്ലസ് ഹാഫ് കട്ട് അതിൻ്റെ ലേറ്റസ്റ്റുകളൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഇതിൽ കണക്ഷനൊക്കെ നോക്കി നോക്കും. നമ്മൾ സോളാറിൻ്റെ ഇൻപുട്ട് മാക്സിമം നമ്മൾ കേബിളിൻ്റെ വലിപ്പം മാക്സിമം കുറക്കാൻ നോക്കുക. ഇവിടെ ഒരു 9 മീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ വരുന്നത്. അതുകൊണ്ട് 4 സ്ക്വയറിൻ്റെ DC കേബിൾ നമുക്ക് മതി. അതുപോലെ 10 സ്ക്വയറിൻ്റെ ഒക്കെ നല്ല ക്ലിയറിൽ നീറ്റിൽ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് 20 കിലോനാട്ടോ വരുന്നത്. 150, ഇതിപ്പോൾ ഒരു 130 120 ഒക്കെ വരുമ്പോൾ അതിൻ്റെതായ കിലോന് മാറ്റമുണ്ട്. ഇതിപ്പോൾ ലിഥിയം അയൺ, ലിഥിയം ഫോസ്ഫേറ്റ്, ലിഥിയം സൾഫേറ്റ്, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ വരുന്നുണ്ട്. ഇതിന് 3 വർഷം റീപ്ലേസ്മെൻ്റ് ആട്ടോ വരുന്നത്. ഓക്കെ, അതുപോലെ ഇനി ഞാൻ ഇവിടുത്തെ ഒരു RHP മോട്ടറുണ്ട്, അത് വർക്ക് ചെയ്യുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ ഇപ്പോൾ നമ്മുടെ അടുക്കള ഭാഗത്താണ്. ഇവിടെ ഞാനൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. നമുക്ക് മോട്ടർ ഇതിൽ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ
പകൽ സമയങ്ങളിൽ നമുക്കൊരു 11 ആകുമ്പോൾ ലൈവിലേക്ക് കിടക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ AC സെക്ഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, മോട്ടറിൻ്റെ സ്വിച്ച് ഇതാണ്. ഇവിടെ നമ്മളൊരു 2-way സ്വിച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പകൽ നമുക്കൊരു 11 ആകുമ്പോൾ ലൈവിലേക്ക് കിടക്കുമ്പോൾ ആ സമയത്ത് മോട്ടർ വർക്ക് ചെയ്യിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ, ഞങ്ങളിങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ് ഈ സ്വിച്ചിനെ, ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ സോളാർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടറിൻ്റെ ഔട്ട്. അപ്പോൾ എന്നിട്ട് മോട്ടർ നമ്മൾ ഓണാക്കിയാൽ നമുക്ക് വർക്ക് ചെയ്യും. ഇനി വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് പ്രൊഡക്ഷൻ കുറയില്ല, ബാറ്ററിയിലായിരിക്കും 90%. അപ്പോൾ നമ്മൾ ഹെവി ലോഡുകൾ ഈ സോളാറിൻ്റെ എനർജി ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഔട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു, ഞാൻ മോട്ടർ ഓൺ ചെയ്യുന്നു. ഇപ്പോൾ ഒരു ലൈറ്റിന് ചെറിയൊരു ബ്ലിങ്കിങ് ഒക്കെ ഉണ്ടാവും കേട്ടോ, കാരണം ഹെവി ലോഡല്ലേ എടുക്കുന്നത്. ഇപ്പോൾ മോട്ടർ 1.5 HP മോട്ടറാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് ഇങ്ങോട്ട് വരും, അവിടെ 30 ആംപിയറൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇൻവെർട്ടറിൻ്റെ ലോഡ് ഒന്ന് നോക്കി നോക്കൂ. ഇൻവെർട്ടർ ഓണാണ്, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, എങ്കിലും ഞാൻ കാണിച്ചു തരാം. മെയിൻസ് ഇൻവെർട്ടർ ഓണ്, മെയിൻസ് ഓഫ്. നമ്മുടെ MPPT ബാറ്ററിയുടെ ഒരു 90% ആയേക്ക് നമ്മുടെ കറണ്ടിനെ അവിടെ ഓഫ് ചെയ്തു. ഓക്കെ, 73% ലോഡുണ്ട്. അതിന് കാരണം നമ്മളൊരു മോട്ടർ മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 40% ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ പോയി ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ 1-2 ഫാനുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അടുക്കള ഭാഗത്ത് നമുക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഈ വാട്ട് കൂടുന്നത് കേട്ടോ, ലോഡ് കൂടുതൽ, വാട്ടല്ല ലോഡ് കൂടും, ശതമാനം കൂടുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ മോട്ടറൊക്കെ വർക്ക് ചെയ്യിക്കുമ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ഫാനുകളൊക്കെ ഒന്ന് ഒതുക്കി 1-2 ഒരു ഫാനും ഒരു ഫ്രിഡ്ജും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ കാര്യം കൂടി പറഞ്ഞുതരാം. ഫ്രിഡ്ജ് നമ്മൾ കണക്ട് ചെയ്തില്ലേ, ഫ്രിഡ്ജിൻ്റെ കാര്യം കൂടി പറഞ്ഞുതരാം. അതിലിവിടെ ഒന്ന് നോക്കൂ, നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന 2 സ്വിച്ച് ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരു ഓഫ് ചെയ്താൽ നമ്മുടെ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഓൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കാണല്ല, നമ്മളത് കറണ്ടിൻ്റെ ലൈനും 2-way സ്വിച്ചാണ്. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ ഔട്ട് കൊടുത്തു, ഇതിൻ്റെ ഓൺ പോയിന്റിൽ നമ്മൾ കറണ്ട് മെയിൻ ലൈൻ. അപ്പോൾ വൈകുന്നേരം ഇത് ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് വരുന്നത്. ഡബിൾ ഡോർ ഒന്ന് നോക്കൂ, ഡബിൾ ഡോർ ഫ്രിഡ്ജിൽ നമ്മൾ ഇൻവെർട്ടർ ടെക്നോളജിയിലെ ഫ്രിഡ്ജാണ് കേട്ടോ. എനർജി കൺസപ്ഷൻ ഏകദേശം 248 യൂണിറ്റ് ആകുമ്പോൾ നമ്മൾ ഒരു ബാറ്ററി സിസ്റ്റം അല്ലേ, 150 H സിസ്റ്റം അല്ലേ. അപ്പോൾ നമ്മളൊരു 5 മണി വരെയൊക്കെ നമ്മൾ സോളാറിൻ്റെ എനർജിയിൽ നമ്മൾ ഉപയോഗിക്കാൻ ആ സ്വിച്ച് നമ്മൾ വീട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. സ്വിച്ചും പിന്നെ നമ്മൾ ഓഫ് ചെയ്താൽ അത് കറണ്ടിലേക്ക്, ഓഫ് എന്ന് പറഞ്ഞാൽ മീൻസ് അത് 2-way സ്വിച്ചാണ്, കറണ്ടിലേക്കാണ് ഷിഫ്റ്റ് ആവും. അപ്പോൾ നമുക്കൊരു പകുതി നമുക്ക് ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഒന്ന് നമ്മളെ കണക്ഷനും കൂടി ഒന്ന് കാണിച്ചു തന്നിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഞങ്ങളിപ്പോൾ ഏകദേശം നമ്മുടെ ഈ വീടിൻ്റെ ഈ ലാസ്റ്റ് ഈ കോണിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കാരണം എന്താ വെച്ചാൽ നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഏകദേശം ഒരു വൈഡ് വീലാണ് നമ്മുടെ ഡയറക്ഷൻ വരിക. നിങ്ങൾ എപ്പോഴും നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു കണക്ഷൻ ചെയ്യുന്നതിൻ്റെ മുമ്പേ നിങ്ങളൊന്ന് പ്രിപ്പയർ ആവും. കാരണം ഒരു വീടിൻ്റെ ഇപ്പോൾ നമ്മുടെ ഒരു കറക്റ്റ് ഓൺ പ്ലാൻ ആയിക്കണോ, അല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ അത് കറക്റ്റ് ചെയ്യും. ഇനി നമ്മളല്ല നിങ്ങളിത് നേരിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഒരു രാവിലെ ഒരു 7 മണി 7:30 സമയത്ത് നമ്മൾ വീടിന് വന്നു എവിടെ നമുക്ക് കൂടുതൽ സൂര്യൻ്റെ ദിശ കറക്റ്റ് കിട്ടുന്നത്, ആ പ്രകാശം കിട്ടുന്നത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ വൈകുന്നേര സമയത്ത് ഒരു 4 മണി 5 മണിക്ക് ഏറ്റവും തടസ്സമില്ലാത്ത സ്ഥലങ്ങൾ എവിടെ കിട്ടുന്നത് നോക്കുക. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പാനൽ വെക്കുക. ഈ ഏരിയയിൽ നമുക്കൊരു 7:30 മുതൽ 7 മണി മുതൽ ഒരു 5 മണി വരെ നമുക്ക് ഒരു തടസ്സമില്ല. നിങ്ങളൊന്നും കൊണ്ടുവരും. ഇതിൽ കറക്റ്റ് നമ്മൾ 1.5 പല ആളുകളും നമ്മോട് ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു 2KB വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും 1.5 GP പൈപ്പ് 18 ഗേജ് ഇല്ലതുകൊണ്ടാണ് ഇപ്പോൾ വെൽഡിങ് പൂർത്തിയായി കഴിഞ്ഞിട്ട്. അതിന് ചില വീഡിയോകളുണ്ട്, അത് ഞാൻ വീഡിയോയുടെ പല ഭാഗങ്ങളായിട്ട് ഞാൻ ഉൾപ്പെടുത്താം. അതിൽ നോക്കി നോക്കൂ, ഇതിൻ്റെ നമ്മൾ DC കേബിളൊക്കെ MC4 കറക്റ്റ് നമ്മളത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. മഴ ഒന്നും കൊള്ളാത്ത രീതിയിൽ ഉൾഭാഗത്തേക്കാണ് നമ്മൾ പൈപ്പിങ് ചെയ്തിരിക്കുന്ന ഭാഗം നോക്കി നോക്കൂ. ഞാൻ പല ഭാഗങ്ങളും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം, നമ്മളെ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്താം. ഓക്കെ, അതിൽ നോക്കി നോക്കൂ നമ്മുടെ പാനൽ ഇത് ഏകദേശം ഒരു 2.15 2.20 നീളം വരുന്നുണ്ട്. 1 മീറ്ററും 5 സെൻറ്റിമീറ്ററും വീതി വരുന്നുണ്ട്. ഇത് മോണോ പെർക്ക് പ്ലസ് ഹാഫ് കട്ട് പാനലാണ്, 455 വാട്ട്. ഇനി ഇതിൻ്റെ മേലേക്കുള്ളുണ്ട് താഴേക്കുള്ളുണ്ട്. നമ്മൾ ഓരോ ബാറ്ററികൾ വെക്കുന്നതിനനുസരിച്ച് നമുക്കൊരു 1KB 2KB വെക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ എണ്ണങ്ങൾ കൂട്ടേണ്ടി വരും. നമുക്കൊരു നമ്മുടെ ഒരു ബാറ്ററി ഒരു 200-250 വെക്കുന്നതിന് ഒരു 450 500 അതിൻ്റെ ഉള്ളിലേക്ക് നല്ല പെർഫോമൻസ് ആയിരിക്കും. ഏകദേശം ഞാൻ കാണിച്ചു തരാം, വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ സമയത്തൊക്കെ ഏകദേശം നല്ല വെളിച്ചമുണ്ട്, അവിടെ ഒരു 30 ആംപിയറൊക്കെ നമുക്ക് കിട്ടും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ ബ്രോ,
ഇതൊന്ന് ഞാനിപ്പോൾ 1 kV സിസ്റ്റം ഓൾറെഡി ഞാൻ ചെയ്തതാണ്. ഇനി അതുപോലെ 3 kV ഇപ്പോൾ നാളെ കണ്ണൂരും കാസർഗോഡ് മറ്റന്നാളൊക്കെ ഞങ്ങൾ അവിടെയാണ്. സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ വീഡിയോ കൂടി നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി തരാം. ഇത് നമ്മുടെ രാഹുൽ ബ്രോയുടെ ഇരിഞ്ഞാലക്കുടയുള്ള അവരുടെ വീട്ടിലാണ്. അവരെന്താ വെച്ചാൽ നമുക്ക് 100% സപ്പോർട്ടാണ്. ഞാൻ അവരോട് ജസ്റ്റ് ഇത് വീഡിയോ ഉണ്ടെങ്കിൽ എടുത്തോന്ന് പറഞ്ഞപ്പോൾ എനിക്കും സന്തോഷം. കാരണം നമ്മളല്ലാതെ നമ്മളങ്ങോട്ട് കയറി ചാടി ചെയ്യാൻ പാടില്ലല്ലോ. ഏതായാലും അവൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വീഡിയോ എടുത്തു. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കുക. അപ്പോൾ ഏതായാലും ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. ഏതായാലും അടുത്തൊരു സോളാറുമായി ബന്ധപ്പെട്ട കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്. കൂടെ കൂട്ടുകാരന്മാരുണ്ട്. അവര് ഓക്കെ, അത് ഞാൻ കട്ട് ചെയ്യും കേട്ടോ. വീഡിയോ